ഒന്നാം തീയതി സ്ഥിരം ഡ്രൈ ഡേ ആയിരിക്കുന്നതിനാൽ 4-ാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആയതിനാലുമാണ് സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 ദിവസവും സംസ്ഥാനത്തെ മുഴുവൻ മദ്യവിൽപ്പനശാലകളും അടഞ്ഞുകിടക്കും. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിലെ 2 ദിവസം മദ്യനിരോധനം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ ബാറുകളും ബെവ്ക്യൂ ഷോപ്പുകളും 48 മണിക്കൂർ അടഞ്ഞുകിടന്നിരുന്നു. വോട്ടെടുപ്പിന് മുന്നോടിയായി ഏപ്രിൽ 24-ന് വൈകിട്ട് 6 മണിക്ക് അടച്ചിടുന്ന മദ്യവിൽപ്പനശാലകൾ വോട്ടെടുപ്പിന് ശേഷം 26 വൈകിട്ട് 6 മണിക്കകം തുറന്നു പ്രവർത്തിക്കുക. എല്ലാ 1-ാം തീയതിയും പതിവ് ഡ്രൈ ഡേ തന്നെയാണ് ആചരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അടുക്കുന്നതിന്റെ ഭാഗമായാണ് 4-ാം തീയതി സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബിവറേജുകൾ, കള്ളുഷാപ്പ്, ബാറുകൾ ഉൾപ്പെടെയുള്ള മദ്യശാലകൾ തുറന്നു പ്രവർത്തിക്കുന്നതല്ല. സമാധാന അന്തരീക്ഷം നിലനിർത്തുകയടക്കമുള്ളവ മുൻനിർത്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുന്ന ചൊവ്വാഴ്ച മദ്യനിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 7 ഘട്ടങ്ങളായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ആദ്യഘട്ടം ഏപ്രിൽ 19-ന്, 2-ാം ഘട്ടം ഏപ്രിൽ 26-നും, 3-ാം ഘട്ടം മെയ് 7-നും, 4-ാം ഘട്ടം മെയ് 13-നും, 5-ാം ഘട്ടം മെയ് 20-നും, 6-ാം ഘട്ടം മെയ് 25-നുമായാണ് നടന്നിരുന്നത്. 7-ാം ഘട്ടം ജൂൺ 1-ന് നടക്കാനിരിക്കുകയാണ്. ഡൽഹി ഉൾപ്പെടെ 22 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. മഹാരാഷ്ട്രയിലും ജമ്മു കാശ്മീരിലും 5 ഘട്ടങ്ങളായാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ 7 ഘട്ടങ്ങളായുമാണ് വോട്ടെടുപ്പ് നടന്നത്. 1-ാം ഘട്ടം ഏറ്റവും വലിയ പോളിംഗ് ബ്ലോക്ക് ആയിരുന്നു. ഏപ്രിൽ 19-ന് 102 മണ്ഡലങ്ങളിലെ 21 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടെടുപ്പ് നടന്നു. 2-ാം ഘട്ടത്തിൽ 13 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 89 ലോക്സഭാ സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഏപ്രിൽ 26 2-ാം ഘട്ടത്തിലാണ് കേരളത്തിലെ 20 സീറ്റുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടന്നത്. 12 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 ലോക്സഭാ സീറ്റുകളിലേക്കായി മെയ് 7-ന് 3-ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. ഗുജറാത്തിലെ 26 സീറ്റുകളിലേക്കും മെയ് 7-ന് വോട്ടെടുപ്പ് നടന്നു. അതേസമയം 4-ാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 96 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 57 സീറ്റുകൾ ബൂത്തിലെത്തും. ജൂൺ 1-ന് പഞ്ചാബിലെയും ഹിമാചലിലെയും എല്ലാ സീറ്റുകളിലും തിരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസമാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസമായ ജൂൺ 4-ന് സംസ്ഥാനത്ത് മുഴുവൻ മദ്യശാലകളും അടഞ്ഞുകിടക്കും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അധികൃതർ അറിയിച്ചു. വോട്ടെടുപ്പിന് മുന്നോടിയായി അടക്കുന്ന ബാർ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ. എല്ലാ മാസവും 1-ാം തീയതി നടപ്പിലാക്കി വരുന്ന ഡ്രൈ ഡേ പതിവ് പോലെ നടക്കുമെന്നും അറിയിപ്പുണ്ട്.